ആ ഫ്രാൻസിസേ, ഇന്ന് ഈവനിങ് ബാച്ചുള്ള കാര്യം നേരത്തെ അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഏയ് അത് സാരമില്ല, ഈ വീക്കെൻഡ് കൊണ്ട് നമുക്ക് പെൻഡിങ് പോർഷൻ കവർ ചെയ്യാവുന്നേ ഉള്ളൂ. ആ വേണമെങ്കിൽ അന്ന് ലതികയും താനും ലീവ് എടുത്തോളൂ. ഫുൾ ഡേ ഞാൻ മാനേജ് ചെയ്തോളാം. ആ അതെ അതെ, ഇന്നലെ തന്നെ ഷിഫ്റ്റ് ചെയ്തു. മെയിൻ്റനൻസ് വർക്ക് തീരുന്നവരെ ഇവിടെ തുടരാമെന്ന് വിചാരിക്കുന്നു. ഇല്ല ഹെൽത്തൊക്കെ ഓക്കെ, ഡോൺ വറി. ആ ഓക്കെ ഫ്രാൻസിസ്, അപ്പോൾ വൈകിട്ട് കാണാം. ശരി. ആ അപൂർവക്കുട്ടി റെഡിയായോ? അപ്പോൾ ഇന്ന് മുതൽ ഒരു ന്യൂ സ്റ്റാർട്ടാണല്ലേ? വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് അപൂർവ. താങ്ക് യു അച്ഛാ. അമ്മ എവിടെ അപൂർവ? അമ്മയോട് പറഞ്ഞോ നീ? ആ അമ്മ ടെറസിൽ തുണി വിരിക്കുക, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയത്. ഇവിടുത്തെ ഈ ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? മോക്ക് ഇഷ്ടമായോ? പൂളും ജിമ്മും ഒക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അതിനും പുറത്തു പോകണ്ട. എന്താ പൂർവ്വ, മോൾക്ക് ഈ വീട് ഇഷ്ടമായില്ലേ? എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ അവിടെ? ഇല്ല അച്ഛാ, ഇഷ്ടക്കേടൊന്നുമില്ല. നമ്മുടെ വീടിനേക്കാളും സൗകര്യം കൂടുതലുണ്ട് ഇവിടെ. പക്ഷേ എനിക്കിഷ്ടം നമ്മുടെ വീട് തന്നെയാണ്. എന്തോ അവിടത്തെ പോലെ കംഫർട്ടബിൾ ആവുന്നില്ല ഞാൻ. അമ്മ അത് തന്നെയാ പറയുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസം അങ്ങനെയൊക്കെ തോന്നും. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആ അറ്റ്മോസ്ഫിയറും ആംബിയൻസുമായിട്ട് പൊരുത്തപ്പെട്ടോളും. അച്ഛൻ ഇവിടെ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? വരട്ടെ, ഇപ്പം അതിനെപ്പറ്റൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്കിത് വെക്കേറ്റ് ചെയ്യാം. പക്ഷേ അതെപ്പോൾ വേണമെന്ന് മോള് വിചാരിക്കുന്ന പോലെ ഇരിക്കും. ഒന്നുകൂടി ക്ലിയറായി പറഞ്ഞ, അപൂർവ ഒരു മിടുക്കി കുട്ടിയാണെന്ന് അച്ഛന് പൂർണ്ണമായി ബോധ്യമാവുന്നവരെ. അതുകൊണ്ടാണ് എപ്പോൾ ഷിഫ്റ്റ് ചെയ്യണമെന്ന് മോള് വിചാരിക്കും പോലെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായോ അപൂർവയ്ക്ക്? അച്ഛാ പ്ലീസ് കോൾ മീ അപ്പു. അങ്ങനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം. എനിക്കും അങ്ങനെ വിളിക്കാനാ ഇഷ്ടം. പക്ഷേ ഇപ്പം ഞാനത് ബോധപൂർവം മാറ്റാൻ ശ്രമിക്കുക. അമ്മയോട് ഇനി മുതൽ നിന്നെ അപൂർവ എന്ന് വിളിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛാ ഞാൻ അപൂർവയാണെന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛൻ മനഃപൂർവ്വം അതിങ്ങനെ എംഫസൈസ് ചെയ്യുമ്പോൾ എനിക്കെന്തോ അകൽച്ച തോന്നുന്നു. അപ്പു എന്ന് കേൾക്കുമ്പോൾ ഒരു ഇന്റിമസി തോന്നുന്നില്ല. വേറെ ആരോ ഒരാൾ എന്നോട് സംസാരിക്കുന്ന പോലെയാ തോന്നുന്നത്. പ്ലീസ് എന്നെ അപ്പു എന്ന് വിളിച്ചാൽ മതി. അപൂർവമായിട്ട് ജീവിക്കാന്ന് ഞാൻ അച്ഛന് ഉറപ്പ് തന്നില്ലേ? പിന്നെ എന്തിനാ മനഃപൂർവ്വമുള്ള ഈ മേക്ക് ഓവർ? അല്ലാതെ തന്നെ ഞാൻ ഓക്കെയാണ്. ഹേയ് റിലാക്സ്, മോൾ ഓക്കെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഞാൻ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. പേരുകൊണ്ട് പോലും ഒരു മെയിൽ ഷെയ്ഡ് നിന്റെ ക്യാരക്ടറിലോ ഇന്നർ സെൽഫിലോ തോന്നാൻ പാടില്ല. ഐ നോ, തുടക്കത്തിൽ ഇതിനോടൊന്നും അത്ര വേഗം പൊരുത്തപ്പെടാനോ ഇണങ്ങിച്ചേരാനോ നമുക്ക് മൂന്ന് പേർക്കും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ബോധപൂർവം നമ്മളത് ശീലിച്ചേ പറ്റൂ. അപ്പു, നീ ഇതുവരെ പോയില്ലേ? എന്താ ഇത് ഗീത? മോളെ ഇനി മുതൽ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഓ സോറി, ഞാനതങ്ങ് മറന്നു. ആ മോളെ, ഒരു കാര്യം കൂടി, നിന്റെ ഈ ഡ്രസ് കോഡ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അച്ഛൻ ഗിഫ്റ്റ് ചെയ്തില്ലേ? ഇനി മുതൽ അതുപോലുള്ള ഡ്രസ്സ് ഇട്ടാൽ മതി. പറ്റുമെങ്കിൽ ആ ബുള്ളറ്റ് ഒഴിവാക്കിയേക്ക്. അച്ഛനൊരു ബ്രാൻഡ് ന്യൂ സ്കൂട്ടർ എടുത്തുതരാം നിനക്ക്. എന്തു പറയുന്നു? സോറി അച്ഛാ, എനിക്ക് ഈ ഡ്രസ്സാണ് കംഫർട്ടബിൾ. അത് മറ്റ് ഡ്രസ്സും കൂടെ ഇട്ട് നോക്കിയാലല്ലേ? അച്ഛാ പ്ലീസ്, ഞാൻ തന്ന ഉറപ്പിനെ പറ്റി നല്ല ബോധ്യമുണ്ട് എനിക്ക്. എന്ന് കരുതി എൻ്റെ ഇഷ്ടങ്ങളും ശീലങ്ങളും ഒക്കെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണെന്നല്ല. അച്ഛൻ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഇറങ്ങട്ടെ.
BP എന്തിനാ അവൾ ഓരോ കാര്യത്തിൽ ഇങ്ങനെ കമ്പൽ ചെയ്യാൻ പോകുന്നത്? നമ്മളായിട്ട് ഓരോന്നിലും കൂടുതൽ നിർബന്ധം പിടിക്കാൻ നിന്നാൽ നമുക്ക് തന്ന വാക്ക് അവൾക്ക് തന്നെ ഒരു ബാധ്യതയായിട്ട് തോന്നും. അതുകൊണ്ട് BP ഇങ്ങനെ വാശി പിടിക്കല്ലേ. വേണമെങ്കിൽ അവളെ അപൂർവെന്ന് വിളിച്ചോളൂ. പക്ഷെ അറിയാതെ എങ്ങാനും എൻ്റെ വായിന്ന് അപ്പൂന്ന് വീണുപോയാൽ അത് അവളുടെ മുന്നിൽ വെച്ച് കറക്റ്റ് ചെയ്യാനും കുറ്റപ്പെടുത്താനും നിൽക്കണ്ട. അത് അവളെ ഇൻസൾട്ട് ചെയ്യും പോലെയല്ലേ അവൾക്ക് തോന്നും. ഗീത, അവൾ അപ്പൂന്ന് വിളിക്കുന്നത് തന്നെയാണ് എനിക്കും ഇഷ്ടം. അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നതിലും ബുള്ളറ്റ് ഓടിക്കുന്നതിലൊന്നും എനിക്കൊരു എതിർപ്പുമില്ല. പക്ഷെ ഇപ്പം ഞാനിതൊക്കെ വേണ്ടാന്ന് വിലക്കുന്നത് പേടിച്ചിട്ടാ. സത്യമായിട്ടും പേടിച്ചിട്ടാ ഗീത. അവൾക്കിപ്പോൾ വന്ന ഈ മാറ്റം എനിക്ക് എന്തുമാത്രം റിലീഫാ തരുന്നെന്ന് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനിയൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് അറിയാതെ പോലും അവളുടെ മനസ്സിൽ തോന്നാതിരിക്കാൻ വേണ്ടിയാ ഞാനിങ്ങനെ നിർബന്ധം പിടിക്കുന്നത്. ഇനി അതൊക്കെ കടുംപിടുത്തമായി തനിക്ക് തോന്നുന്നെങ്കിൽ ശരി, ഞാനതൊക്കെ നിരുപാധികം പിൻവലിക്കുന്നു. പക്ഷെ അപ്പൂൻ്റെ കാര്യത്തിൽ ഇനിയൊരു മടങ്ങിപ്പോക്കുണ്ടാവില്ല എന്ന് താൻ തന്ന വാക്ക് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായാൽ മതി. ബാക്കിയൊക്കെ താൻ പറയുന്ന പോലെ. എന്താ തന്നെ എനിക്ക് വിശ്വാസമാണോടോ?